ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളൊരു റിവെഞ്ച് ത്രില്ലർ കാറ്റഗറിയിൽ പെടുന്ന തിരക്കഥയാണ് എഴുതി നോക്കാൻ പോകുന്നത്. കൂടുതൽ ഇൻട്രോ കാര്യങ്ങളൊന്നുമില്ലാതെ ഡയറക്റ്റായിട്ട് നമുക്ക് എഴുതി തുടങ്ങാം. ഓക്കെ, അപ്പോൾ ഇത് ആരംഭിക്കുന്നത് ഒരു ഹോസ്പിറ്റലിൽ നിന്നാണ്. അപ്പോൾ ഹോസ്പിറ്റലിൻ്റെ എക്സ്റ്റീരിയർ ഷോട്ട് കാണിക്കുന്നു. സോ പുറം, ഹോസ്പിറ്റൽ, പകൽ. സിറ്റി ഹോസ്പിറ്റലിൻ്റെ വിവിധ ദൃശ്യങ്ങൾ കാണിക്കുന്നു. നല്ല തിരക്കുള്ള ഒരു ഹോസ്പിറ്റലാണത്. അത് കഴിഞ്ഞ് ഹോസ്പിറ്റലിൻ്റെ ഇൻറ്റീരിയർ സീൻ കാണിക്കുകയാണ്. ICU വാർഡാണ് കാണിക്കുന്നത്. അപ്പോൾ അകം ICU. അതേസമയം ICUവിൽ ധീരജ് എന്നയാൾ ബോധമറ്റ് കിടക്കുകയാണ്. ഏകദേശം 38 വയസ്സ് പ്രായം തോന്നും. അയാൾ നീണ്ട മയക്കത്തിൽ നിന്നെന്ന പോലെ കണ്ണു തുറക്കുന്നു. പരിസരം മനസ്സിലാകാത്ത മട്ടിൽ ആകെ മൊത്തം നോക്കുന്നു. അവിടെയുള്ള നേഴ്സ് ആ കാഴ്ച കണ്ടു. അത് കഴിഞ്ഞ് വീണ്ടും ഇൻറ്റീരിയർ ഷോട്ട് അതേ ICU തന്നെയാണ് കാണിക്കുന്നത്. കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം ഡോക്ടറും ഉണ്ട് ആ റൂമിൽ. അപ്പോൾ ഡോക്ടർ എന്തെങ്കിലും ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ? ധീരജ് ഒന്നും പറയാതെ കിടക്കുകയാണ്. അപ്പോൾ ഡോക്ടർ, യു ഹാവ് ബീൻ ഇൻ എ കോമ ഫോർ ദ ലാസ്റ്റ് 7 days. അപ്പോൾ ധീരജ് ഡോക്ടർ പറഞ്ഞത് വിശ്വസിക്കാനാകാതെ നോക്കുന്നു. അപ്പോൾ ഡോക്ടർ, ഹൈ റേഞ്ചിൽ ഒരു ലാൻഡ് സ്ലൈഡ് ഉണ്ടായി. ഏകദേശം 7 കിലോമീറ്റർ റേഡിയസിലെല്ലാം മണ്ണിനടിയിലായി. പേഴ്സിൽ നിങ്ങളുടെ വൈഫിൻ്റെയും മകളുടെയും ഫോട്ടോ കണ്ടു. അൺഫോർച്ചുനേറ്റ്ലി വേറെ ആരെയും അവിടെ നിന്ന് ഇതുവരെ കിട്ടിയിട്ടില്ല. അത് കേട്ട് ധീരജ് കണ്ണുകൾ അടച്ചു. അപ്പോൾ ഡോക്ടർ, ഇത്ര വലിയൊരു അപകടത്തിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെട്ടു. ലൈഫ് ഇനിയും മുന്നോട്ട് ഒരുപാടുണ്ട്. ബി സ്ട്രോങ്. അപ്പോൾ ധീരജ് എന്തോ പറയാൻ ശ്രമിക്കുന്നു. അത് കണ്ട് ഡോക്ടർ, യു വാണ്ട് ടു സേ സംതിങ്? അപ്പോൾ ധീരജ് അവശതയോടെ, വേറെ ആരും സർവൈവ് ചെയ്തില്ലേ? അപ്പോൾ ഡോക്ടർ, കുറച്ച് വില്ലേജേഴ്സ് താമസിക്കുന്ന ഏരിയയാണ്. കണ്ടിന്യൂസ് ആയിട്ട് 7 ദിവസം തിരച്ചിൽ നടക്കുന്നുണ്ട്. വേറെ ആരെയും കിട്ടിയിട്ടില്ല. എന്താ ചോദിച്ചത്? അപ്പോൾ ധീരജ് ഒന്നുമില്ലെന്ന് തലയാട്ടി. അപ്പോൾ ഡോക്ടർ, ടേക്ക് റെസ്റ്റ്. ജീവൻ തിരിച്ചു കിട്ടിയതിന് ദൈവത്തിനോട് നന്ദി പറ. ധീരജ് ഒന്നും പറഞ്ഞില്ല. ഡോക്ടർ അവിടെ നിന്നും പുറത്തേക്ക് പോകുന്നു. അപ്പോൾ ക്യാമറ മെല്ലെ ധീരജിൻ്റെ മുഖത്തേക്ക് സൂം ആകുന്നു. അപ്പോൾ ആരോ നല്ല മഴയത്ത് രക്തത്തിൽ കുളിച്ചിരിക്കുന്നതിൻ്റെയും വെട്ടുന്നതിൻ്റെയും ചോര തെറിക്കുന്നതിൻ്റെയൊക്കെ ദൃശ്യം മിന്നി മിന്നി മറയുകയാണ്. പിന്നെ അടുത്ത സീനിലേക്ക് പോവാണ്. അകം ഹോസ്പിറ്റൽ പിറ്റേന്ന്. അതേ ഹോസ്പിറ്റലിൽ തന്നെ പിറ്റേന്ന് നേഴ്സ് നടന്ന് ധീരജിൻ്റെ മുറിയിലേക്ക് കടക്കുന്നു. അവിടെ ധീരജ് തനിയെ പിടിച്ചെഴുന്നേൽക്കാൻ ശ്രമിക്കുന്നതാണ് കാണുന്നത്. നേഴ്സ് അയാളെ പിടിക്കാൻ ചെല്ലുന്നു. നേഴ്സ്, സൂക്ഷിച്ച്. അപ്പോൾ ധീരജ്, വേണ്ട. നേഴ്സ് പിടിക്കാൻ ശ്രമിച്ചെങ്കിലും ധീരജ് തടയുന്നു. അയാൾ വേച്ച് എവിടെയും പിടിക്കാതെ നിവർന്നു നിന്നു. അയാളുടെ സ്ട്രെങ്ത് കണ്ട് നേഴ്സ് അമ്പരന്ന് നോക്കുന്നു. എന്നാൽ ധീരജ് അടുത്ത ചൂട് വെച്ചതും ബാലൻസ് തെറ്റി നിലത്ത് വീഴുന്നു. അവിടെ നിന്ന് കട്ടാവാണ്. പുറം ഹോസ്പിറ്റൽ രാത്രി. അതേ ഹോസ്പിറ്റലിൻ്റെ നൈറ്റിലെ സീനാണ്. അതിൻ്റെ എക്സ്റ്റീരിയർ ഷോട്ട് കാണിക്കുന്നു. ഹോസ്പിറ്റലിൻ്റെ രാത്രിയിലെ ദൃശ്യം കാണിക്കുന്നു. രാത്രിയിലും നല്ല ആളും തിരക്കുമാണ്. അവിടെ നിന്ന് അകത്തേക്ക് കട്ടാവുന്നു. അകം ഹോസ്പിറ്റൽ. ധീരജ് കട്ടിലിൽ കിടക്കുകയാണ്. നേഴ്സ് ഇഞ്ചക്ഷൻ എടുത്ത് പോകാൻ തുടങ്ങുന്നു. അപ്പോൾ ധീരജ്, വെയിറ്റ്. അപ്പോൾ നേഴ്സ് അയാളെ നോക്കുന്നു. എന്നിട്ട് നേഴ്സ്, എന്താ, എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? അപ്പോൾ ധീരജ്, ഉണ്ട്. ഇവിടെ ഇങ്ങനെ കിടക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് പോകണം. അപ്പോൾ നേഴ്സ്, നോ വേ, നിങ്ങളുടെ ഹെൽത്ത് ഒട്ടും ഓക്കെ അല്ല. അപ്പോൾ ധീരജ്, ഹെൽത്ത് ഓക്കെ ആകുന്നവരെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് അവിടേക്ക് തിരിച്ചു പോകണം. ഒരാളെ കാണാനുണ്ട്. അപ്പോൾ നേഴ്സ്, ആരെ? അത് പറയുമ്പോൾ ധീരജിൻ്റെ കണ്ണിലേക്ക് സൂം ആവുന്നു. അപ്പോൾ മകളുടെ ശബ്ദം ഓവർലാപ്പ് ചെയ്ത് കയറി വരികയാണ്. പപ്പ, ഇനിയും എത്ര ദൂരമുണ്ട്? അവിടെ നിന്ന് കട്ടാവുന്നു. ഒരു കാറ്, മറ്റൊരു പകൽ ഒരു കാറിൻ്റെ ദൃശ്യത്തിലോട്ടാണ് പോകുന്നത്. അതിൻ്റെ ഇൻറ്റീരിയർ പ്ലസ് എക്സ്റ്റീരിയർ ഷോട്ട് കാണിക്കുന്നു. ഇതൊരു കാടാണ്. നല്ല മഴ പെയ്യുന്ന ഒരു രാവിലെ. വീടുകളോ കെട്ടിടങ്ങളോ ഒന്നുമില്ലാത്ത ഒരു മലമ്പ്രദേശം. ധീരജാണ് കാർ ഓടിക്കുന്നത്. അടുത്ത് ഭാര്യ കീർത്തി ഇരിക്കുന്നു. പിന്നിൽ മകളിരിക്കുന്നു. അപ്പോൾ ധീരജ്, കുറച്ചുകൂടി ഉള്ളു മോളെ, ഇതാ ഇപ്പം എത്തും. കീർത്തി അസ്വസ്ഥതയിലാണ്, അതായത് വൈഫ്. അപ്പോൾ ധീരജ് കീർത്തിയോട്, എന്താ നീയൊന്നും മിണ്ടായിരിക്കുന്നേ? അപ്പോൾ കീർത്തി, എന്തോ ഇന്നീ മഴയത്തെ സ്ഥലം കാണാൻ പോകണ്ടായിരുന്നു. അപ്പോൾ ധീരജ്, അതിന് പെട്ടെന്ന് ഇങ്ങനെ കാലാവസ്ഥ മാറുമെന്ന് ആരറിഞ്ഞു? അത് കേട്ട് കീർത്തി ഒന്നും പറയുന്നില്ല. അപ്പോൾ ധീരജ്,
90 കിലോമീറ്റർ വണ്ടി ഓടിച്ച് ഇവിടം വരെ വന്നിട്ട് ഇനി വെറുതെ തിരിച്ചു പോകുന്നത് എങ്ങനെയാണ്? കുറച്ചുകൂടെ ഉള്ളൂ, കണ്ടിട്ട് പോവാം. അപ്പോൾ മകൾ, പപ്പ പറഞ്ഞ ആ ടെമ്പിള് ഇപ്പോഴും അവിടെ ഉണ്ടാകുമോ? അപ്പോൾ ധീരജ്, 12 കൊല്ലം ആരും തിരിഞ്ഞു നോക്കാതെ കിടന്ന സ്ഥലമല്ലേ, മുഴുവൻ ഇടിഞ്ഞു പൊളിഞ്ഞ് കാട് കയറി നശിച്ചിട്ടുണ്ടാവും. അപ്പോൾ കീർത്തി, ആളും ബഹളവുമില്ലാത്ത ഈ മലമൂട്ടിൽ ഇനി ആ സ്ഥലം വിറ്റുപോവോ? അപ്പോൾ ധീരജ്, അത് ശ്രമിക്കാം, പക്ഷേ അതിലും ഗുണമുള്ള മറ്റൊരു കാര്യമുണ്ട്. അതെന്താണെന്ന മട്ടിൽ കീർത്തി നോക്കുന്നു. അപ്പോൾ ധീരജ്, ഞാൻ പറഞ്ഞിട്ടില്ലേ മുത്തച്ഛൻ്റെ കാര്യം, പുള്ളി ജീവിച്ചിരുന്നപ്പോൾ ഫുൾ മിസ്റ്ററി ആയിരുന്നെന്ന് അച്ഛൻ പറഞ്ഞത്. അറിഞ്ഞൊന്ന് തപ്പിയാലൊരു ബോണസ് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ മകൾ, യു മീൻ ട്രഷർ? അത് പറഞ്ഞതും ഇടതുവശത്തെ കാട്ടിൽ നിന്നും വലിയൊരു കല്ലുരുണ്ടുവന്ന് ഈ കാറിനെ ഇടിച്ചു തെറിപ്പിക്കുന്നു. കാറ് വലതുവശത്തെ കൊക്കയിലേക്ക് മറിയുന്നു. ആകെ ഇരുട്ടാവുന്നു. ഏതാനും സെക്കൻഡ് സൈലൻ്റായിട്ട് അങ്ങനെ ഇരുട്ടായിട്ട് തുടർന്ന ശേഷം മെല്ലെ മഴയുടെ ശബ്ദം വ്യക്തമായി ക്ലിയറായിട്ട് വരുന്നു. അപ്പോൾ അതൊരു കാടാണ്. പുറം കാട്. മിനിറ്റുകൾക്ക് ശേഷം, അതേ സ്ഥലം തന്നെ കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം ധീരജ് മെല്ലെ കണ്ണുകൾ തുറന്നു. ദേഹം അനക്കാൻ കഴിയുന്നില്ല. മഴ തകർത്തടിച്ച് പെയ്യുകയാണ്. കാർ തലകീഴായി ചെരിഞ്ഞ് താഴ്ചയിലേക്ക് പോകാതെ ഒരു മരത്തിൽ ചാരിയാണ് നിൽക്കുന്നത്. ധീരജ് മെല്ലെ ചുറ്റിനും നോക്കി. ഭാര്യയെയും മകളെയും കാണുന്നില്ല. അയാൾ സീറ്റിൽ പിടിച്ച് തല ഉയർത്തി നോക്കുന്നു. അയാളുടെ അനക്കത്തിനനുസരിച്ച് കാറ് മെല്ലെ മരത്തിൽ നിന്നും ഗ്രിപ്പ് വിടുന്നുണ്ട്. അയാൾ പിടിച്ചെണീറ്റ് പിൻഗ്ലാസ്സിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്നത് ഒരാൾ ഭാര്യയെ പുറത്തിട്ട് ആഭരണങ്ങളും മറ്റും ഊരിയെടുക്കുന്നതാണ്. താലിമാല പൊട്ടിക്കാൻ ശ്രമിക്കുമ്പോൾ അവശതയോടെ തടയുന്ന കീർത്തിയെ അയാൾ ചുറ്റികയ്ക്ക് അടിച്ചു കൊന്ന് മാല ഊരിയെടുക്കുന്നു. തൊട്ടടുത്ത് മകളെയും കൊന്നിട്ടിട്ടുണ്ട്. അതുകണ്ട് ധീരജ് ഉറക്കെ ഏയ് എന്നലറുമ്പോൾ അയാൾ അവനെ നോക്കുന്നു. റബ്ബർ ടാപ്പിങ്ങിന് പോകുന്നവർ ഉപയോഗിക്കുന്നത് പോലെയുള്ള റെയിൻകോട്ടാണ് വേഷം. ധീരജിൻ്റെ അലർച്ച കേട്ടതും അയാൾ കാറിൻ്റെ പിൻഭാഗത്ത് ആഞ്ഞു ചവിട്ടുന്നു. ആ ചവിട്ടിൽ കാറ് മരത്തിൽ നിന്നും ഗ്രിപ്പ് വിട്ട് താഴേക്ക് ഉരുണ്ടു പോകുന്നു. കാറിനുള്ളിൽ കിടക്കുന്ന ധീരജ് ആഘാതം കുറയ്ക്കാനായി സീറ്റിൽ പിടിച്ചിരുന്നു. കാർ ഉരുണ്ട് അധികം താഴെ അല്ലാത്ത ഒരു വെള്ളച്ചാട്ടത്തിലേക്ക് വീഴുന്നു. വെള്ളം കാറിനകത്തേക്ക് ഇരച്ച് കയറുന്നു. അവിടെ നിന്ന് കട്ടാവാണ് വെള്ളച്ചാട്ടമാണ് കാണിക്കുന്നത്. വെള്ളത്തിൻ്റെ അടിഭാഗം. വെള്ളത്തിനടിയിലേക്ക് കാർ താഴ്ന്നിറങ്ങുന്നു. ധീരജ് പുറത്തിറങ്ങാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സാധിക്കുന്നില്ല. ഒടുവിൽ കാറ് താഴെ നിലം പറ്റുന്നു. അപ്പോൾ ഇടതുവശത്തുള്ള ഡോറിലൂടെ അയാൾ പുറത്തേക്കിറങ്ങി. വെള്ളത്തിനടിയിൽ നിന്നും മുകളിലേക്ക് നീന്തി വന്ന് അയാൾ കരയിലേക്ക് നീന്തി കയറി. അവിടെ കിടന്ന് അവശതയോടെ ശ്വാസമെടുക്കുന്നു. മഴയത്ത് മാനത്തേക്ക് നോക്കി മലർന്നു കിടക്കുന്ന ധീരജിൻ്റെ മുഖത്തേക്ക് ക്യാമറ മെല്ലെ സൂമാവുന്നു. അവിടെ നിന്ന് കട്ടാവാണ് കാട്. കുറച്ച് സമയത്തിന് ശേഷം ധീരജ് മഴ നനഞ്ഞ് വേച്ച് എങ്ങോട്ടെന്നില്ലാതെ കാടിലൂടെ നടക്കുകയാണ്. കൊടും കാടാണ് ചുറ്റും. നടന്ന് ഒരു മണ്ണിട്ട വഴിയിലെത്തുമ്പോൾ അതിലൂടെ നിറയെ ആളുകളുമായി 3 ജീപ്പുകൾ പോകുന്നത് കാണുന്നു. ധീരജ് മൂന്നാമത് പോകുന്ന ജീപ്പിന് കുറുകെ നിന്നു. ഡ്രൈവർ, എന്താ കയറുന്നുണ്ടോ? അത് കേട്ട് ധീരജ് ജീപ്പിനകത്തേക്ക് നോക്കി. നിറയെ ആളുകളാണ്. അവരെല്ലാം അവനെ രൂക്ഷമായി നോക്കുന്നു. ഡ്രൈവർ, എന്താണെങ്കിലും ഒന്ന് വേഗം പറ, മല ഇറങ്ങാനുള്ളതാ. അപ്പോൾ ധീരജ്, എന്താ ഇവിടെ നടക്കുന്നത്? അപ്പോൾ ഡ്രൈവർ, അത് ശരി, മഴയുടെ ശക്തി കണ്ടില്ലേ? ഈ മഴ എന്തെങ്കിലും വരുത്തി വയ്ക്കാതെ മാറില്ല. സർക്കാരിന് ഞങ്ങളുടെ ജീവന് വിലയില്ലെന്ന് കരുതി ഞങ്ങൾക്കും ജീവിക്കണ്ടേ? ധീരജ് വീണ്ടും അകത്തേക്ക് എല്ലാവരെയും നോക്കുന്നു. അപ്പോൾ ഡ്രൈവർ, കയറുന്നില്ലെങ്കിൽ അങ്ങോട്ട് മാറി നിൽക്ക്, വെറുതെ നേരം കളയാതെ. അത് പറഞ്ഞുകൊണ്ട് ആ ജീപ്പും അവിടെ നിന്ന് പോകുന്നു. ധീരജ് ജീപ്പ് പോകുന്നത് നോക്കി നിന്നു. അവിടെ നിന്ന് കട്ടാവാണ്. അതേ കാട് തന്നെ. ധീരജ് വീണ്ടും കാടിലൂടെ നടക്കുകയാണ്. ഇടിയും മിന്നലും ശക്തിയായിട്ടുണ്ട്. നടന്ന് ധീരജ് മുന്നിലൊരു വീട് കാണുന്നു. ഭിത്തി തേച്ചിട്ട് പോലുമില്ലാത്ത ഓടിട്ട ചെറിയൊരു വീട്. ധീരജ് വേച്ച് ആ വീട്ടുമുറ്റത്തേക്ക് ചെല്ലുന്നു. വാതിൽക്കൽ ഒരു പയ്യനിരുന്ന് കളിക്കുന്നുണ്ട്. മകളുടെ അതേ പ്രായം. അപ്പോൾ ഇയാളെ കണ്ടതും ആ പയ്യൻ അകത്തേക്ക് നോക്കിക്കൊണ്ട്, അമ്മേ, ദേ ഇവിടെ ഒരാൾ. ധീരജ് മഴ നനഞ്ഞ് തന്നെ നിൽക്കുകയാണ്.
ഒരു സ്ത്രീ പുറത്തേക്ക് വന്നു. ആ വാതിൽക്കലേക്ക് വന്നു. സ്ത്രീ: ആരാ? അപ്പോൾ ധീരജ്: എനിക്കൊരു ആക്സിഡൻറ്റ് പറ്റി, ഹോസ്പിറ്റലിൽ പോകണം. അപ്പോൾ സ്ത്രീ അകത്തേക്ക് നോക്കി: ചേട്ടാ ഒന്നിങ്ങ് വന്നേ. എന്നിട്ട് ധീരജിനോട്: ഞങ്ങൾ കിട്ടുന്നതെടുത്ത് മലയിറങ്ങാൻ നിൽക്കുക. ധീരജ് എന്തോ ആലോചിച്ച് നിന്നു. ആ സ്ത്രീയുടെ ഭർത്താവ് അപ്പോൾ വാതിൽക്കലേക്ക് വരുന്നു. ജോണി എന്നാണ് പേര്. ആ മുഖം കണ്ടതും ധീരജ് നിശ്ചലനായി. മുൻപ് ഭാര്യയെ തലയ്ക്കടിച്ചു കൊന്ന അതേയാൾ. അയാൾക്കും ധീരജിനെ മനസ്സിലായി. പരസ്പരം മനസ്സിലായ അവർ മുഖത്തോട് മുഖം നോക്കി നിന്നു. അപ്പോൾ സ്ത്രീ: ഇയാൾക്കെന്തോ അപകടം പറ്റിയെന്ന്. ഹോസ്പിറ്റലിൽ പോകണമെന്നാണ് പറയുന്നത്. നമ്മുടെ കൂടെ പോരട്ടെ അല്ലേ? അത് കേട്ട് അയാളൊന്നും പറഞ്ഞില്ല. ഇവർ രണ്ടുപേരും കണ്ണുകൾ എടുക്കുന്നില്ല. ധീരജ് മഴ നനഞ്ഞുകൊണ്ട് തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ധീരജ്: നിങ്ങളെങ്ങോട്ടാ ധൃതിയിൽ? അപ്പോൾ സ്ത്രീ: ഈ മഴ അപകടം പിടിച്ചതാ, മലയിടിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ധീരജ്: നിങ്ങളേതായാലും ടൗണിലേക്കല്ലേ, ഞാനും വരാം. ചേട്ടന് കുഴപ്പമൊന്നുമില്ലല്ലോ? അത് കേട്ട് അയാൾ ഒരു നിമിഷം ആലോചിച്ച ശേഷം ജോണി പറയാണ്: ഇല്ല. അപ്പോൾ ഭാര്യ ജോണിയോട്: അയാളോട് അകത്ത് കയറിയിരിക്കാൻ പറ. എന്നിട്ട് ഭാര്യ മറ്റെന്തോ എടുക്കാനായിട്ട് അകത്തേക്ക് പോകുന്നു. അപ്പോൾ ജോണി: ഇനി കൂടുതലൊന്നും എടുക്കണ്ട, കയ്യോടെ ഇറങ്ങാം. ഇയാൾ ആശുപത്രിയിലും ആക്കാനുള്ളതല്ലേ. അപ്പോൾ ധീരജ്: എങ്കിൽ വേഗം എന്നാവാം, എനിക്കിങ്ങനെ നിൽക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് അവർ വീണ്ടും പരസ്പരം നോക്കുകയാണ്. അവിടുന്ന് കട്ടാവുന്നു. പിന്നെ അതേ കാട് തന്നെ കുറച്ച് സമയത്തിന് ശേഷം മലഞ്ചെരുവിലൂടെയുള്ള മലമ്പാതയിലൂടെ പഴഞ്ചൻ ഒരു ജീപ്പ് സഞ്ചരിക്കുകയാണ്. ജോണിയാണ് ജീപ്പ് ഓടിക്കുന്നത്. മുൻസീറ്റിൽ തന്നെ ഭാര്യയും മകനും ഇരിക്കുന്നു. ധീരജ് പിന്നിലാണ് ഇരിക്കുന്നത്. മഴയുടെ ശക്തി കുറയുന്നില്ല. ഭാര്യ: ശരിക്കും എന്താ സംഭവിച്ചത്? അപ്പോൾ ധീരജ്: ഒരു കയറ്റം കയറുന്നതിനിടെ ബാലൻസ് പോയി, വെള്ളച്ചാട്ടത്തിലേക്ക് മറിഞ്ഞു. അപ്പോൾ ഭാര്യ: കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? അത് കേട്ട് ജോണി മിററിലൂടെ ധീരജിനെ നോക്കുന്നു. അപ്പോൾ ധീരജ്: ഒറ്റയ്ക്കായിരുന്നു. അപ്പോൾ ഭാര്യ: ഇപ്പോൾ വേദന എങ്ങനെയുണ്ട്? അപ്പോൾ ധീരജ് പറയാണ്: നല്ല വേദനയുണ്ട്. പുറമേ ഉള്ള പരിക്കുകളേക്കാൾ വലിയ മുറിവ് ഉള്ളിലുണ്ടെന്ന് തോന്നുന്നു. വല്ലാത്ത നീറ്റൽ. പെട്ടെന്ന് ജീപ്പ് നിന്നു. എത്ര സ്റ്റാർട്ടാക്കിയിട്ടും സ്റ്റാർട്ടാവുന്നില്ല. അപ്പോൾ ജോണിയോട് ഭാര്യ: എന്തു പറ്റി? അപ്പോൾ ജോണി: അറിയില്ല, വണ്ടി ഇവിടെ ഉപേക്ഷിച്ച് നടന്നിറങ്ങേണ്ടി വരും. ഭാര്യ: ഈ മഴയത്ത് കൊച്ചിനെയും കൊണ്ട് എങ്ങനെ? അപ്പോൾ ജോണി: അറിയില്ല, ഇറങ്ങ്. അവർ പുറത്തേക്ക് ഇറങ്ങി. ഭാര്യ കൊച്ചിനെ എടുത്ത് പിടിച്ചിരിക്കുകയാണ്. ജോണി ധീരജിനടുത്തേക്ക് വന്നു. എന്നിട്ട് ജോണി പറയാണ്: നടക്കാൻ ബുദ്ധിമുട്ടാവില്ലേ, ഞാൻ പിടിക്കാം. അപ്പോൾ ധീരജ്: വേണ്ട, എനിക്ക് നടക്കുന്നതിന് കുഴപ്പമില്ല. അത് പറഞ്ഞതും ജോണി ധീരജിൻ്റെ നടുവിലൊരു കത്തി കൊണ്ട് ആഞ്ഞു കുത്തി. ധീരജ് വേദന കൊണ്ട് അലറി. അപ്പോൾ തന്നെ ജോണി അയാളെ താങ്ങി പിടിച്ചു. കുത്തിയത് പിന്നിലായതുകൊണ്ട് ഭാര്യ കണ്ടില്ല. അപ്പോൾ ജോണി: കണ്ടില്ലേ, നല്ല വേദനയുണ്ടെന്നറിയാം. ഈ മുറിവും വെച്ച് അധിക ദൂരം നടക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പോകുന്നവരെ പോവാം, സാറ് നടക്ക്. എന്നിട്ട് ധീരജ് വേദന കൊണ്ട് ദേഷ്യത്തോടെ ജോണിയെ നോക്കുന്നു. അപ്പോൾ ജോണി ഭാര്യയോട്: നിങ്ങൾ മുന്നേ തന്നെ നടന്നോ, ഞാൻ സാറിനെയും കൊണ്ട് പിന്നാലെ വരാം. അത് കേട്ട് മകനും ഭാര്യയും മുന്നിൽ നടക്കുകയാണ്. പിന്നിലൂടെ കുറച്ച് മാറി ജോണി ധീരജിനെയും താങ്ങി പിടിച്ച് നടക്കുന്നു. ധീരജിൻ്റെ പുറകിൽ ആ കത്തി അങ്ങനെ തന്നെ തറച്ചിരിപ്പുണ്ട്. അപ്പോൾ ജോണി ഈ പറയുന്ന ധീരജിനോട് ചെവിയിൽ പതിയെ പറയാണ്: വീട്ടിൽ വെച്ച് കണ്ടപ്പോൾ തന്നെ തീർക്കേണ്ടതല്ലേ സാറേ, ഇതിപ്പോൾ പണിയായില്ലേ. അത് കേട്ടതും ധീരജ് പിന്നിൽ നിന്നും കത്തിയൊരു ജോണിയുടെ കയ്യിൽ വെട്ടി. രക്തം ചീറ്റിയതും അയാൾ ഭാര്യ കാണാതിരിക്കാൻ കൈ പിന്നിലേക്ക് മാറ്റി. ഭാര്യ തിരിഞ്ഞു നോക്കി. അപ്പോൾ ജോണി ഒന്നും സംഭവിക്കാത്ത മട്ടിൽ: നടന്നോ. അവർ മുന്നോട്ട് തന്നെ നടന്നു. ധീരജ് വീണ്ടും കുത്താൻ ഓങ്ങിയതും ജോണി തടഞ്ഞു. ശബ്ദമുണ്ടാക്കാതെ അവർ കാണാതെ പുറകിൽ ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തുവാണ്. ഒടുവിൽ ധീരജ് ബലം പിടിച്ച് കത്തി ജോണിയുടെ തോളിലേക്ക് തുളച്ച് കയറ്റി. അപ്പോൾ ധീരജ്: നിൻ്റെ പയ്യൻ്റെ പ്രായം ഉണ്ടായിരുന്നുള്ളൂ, എൻ്റെ മോൾക്കും. അപ്പോൾ ജോണി തിരിച്ച് ബലം പിടിച്ച് കത്തി പുറത്തേക്ക് ഊരി. എന്നിട്ട് ജോണി പറയാണ്: അതൊക്കെ നോക്കിയിരുന്ന സാറിൻ്റെ ജീവനും പോവില്ലേ സാറേ. അപ്പോൾ ധീരജ്: അതെ, അതുകൊണ്ട് ഇനി അത് നോക്കുന്നില്ല. അത് പറഞ്ഞുകൊണ്ട് ജോണിയുടെ കയ്യിൽ വരഞ്ഞ് തോളിൽ ആഞ്ഞു കുത്തി നമ്മുടെ ധീരജ്. അപ്പോൾ ജോണി ഉറക്ക അലറുകയാണ്. അത് കേട്ട് ഭാര്യ തിരിഞ്ഞു നോക്കി. ഭാര്യ അത് കാണുന്നു. ഭാര്യ: അയ്യോ, എന്താ ഇത്? അപ്പോൾ ജോണി ഉറക്കെ:
നീ വേഗം കൊച്ചിനെയും കൊണ്ട് ജീപ്പിൽ കയറ്, പറയുന്നത് കേൾക്ക്, ചെല്ല്. അത് കേട്ട് അവർ ജീപ്പിന് അടുത്തേക്ക് ഓടി. ജോണി ധീരജിൻ്റെ മുറിവിൽ ആഞ്ഞിടിച്ചു. അപ്പോൾ ധീരജ് അയാളുടെ തോളിൽ നിന്നും കത്തിയൂരി. ജോണി സർവ്വശക്തിയും എടുത്ത് ധീരജിനെ ആഞ്ഞു ചവിട്ടി. ധീരജ് വലതുവശത്ത് താഴ്ചയിലേക്ക് വീണു. ജോണി വേച്ചു വേച്ച് ജീപ്പിനടുത്തേക്ക് ചെന്നു. ജോണി വേഗം കയറ്. അവരെല്ലാം ജീപ്പിൽ കയറി. അത് ഭാര്യയും മകനും ഇയാളും. അപ്പോൾ ഭാര്യ, ആരാ അയാൾ, എന്തിനാ അയാൾ നമ്മളെ? അപ്പോൾ ജോണി, അറിയില്ല. ജോണി ജീപ്പ് സ്റ്റാർട്ട് ചെയ്തു. വണ്ടിക്ക് ഒരു കുഴപ്പമില്ല. അയാൾ അവിടെ നിന്ന് വേഗത്തിൽ ജീപ്പ് ഓടിച്ചു. ചുരം പോലെ കിടക്കുന്ന വഴിയാണത്. അപ്പോൾ ജീപ്പ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മകൻ ചോദിക്കുന്നു, ആരാച്ചാ അയാൾ? അപ്പോൾ ജോണി, മോൻ പേടിക്കണ്ട, അയാൾ മോനെ ഒന്നും ചെയ്യില്ല. അപ്പോൾ ജീപ്പ് പോകുന്നതിന് മുകളിലായി മുൻപ് ധീരജിൻ്റെ കാറിനെ ഇടിച്ച് ഉരുണ്ടുപോയ ആ കല്ല് കിടക്കുന്നുണ്ട്. ജീപ്പ് ഏകദേശം കല്ലിന് താഴെ എത്തിയതും ധീരജ് ആ കല്ല് ഉരുട്ടിവിട്ടു. കല്ലുരുണ്ട് ജീപ്പിന് നേരെ പാഞ്ഞു. ആ കല്ല് കണ്ട് ജോണി ജീപ്പ് വെട്ടിച്ചെങ്കിലും കല്ല് ജീപ്പിനെ ഇടിച്ച് താഴേക്ക് തെറിപ്പിച്ചു. ജോണി ജീപ്പിൽ നിന്നും പുറത്തേക്ക് തെറിച്ചു വീണു. ജീപ്പ് അങ്ങ് താഴെ മറിഞ്ഞു കിടക്കുകയാണ്. ആ കല്ല് വീണ്ടും ജീപ്പിന് ഏകദേശം മുകളിലായി ഒരു മരത്തിൽ ചാരി നിൽക്കുന്നുണ്ട്. അകത്ത് രക്തത്തിൽ കുളിച്ച്, അതായത് ആ ജീപ്പിനകത്ത് രക്തത്തിൽ കുളിച്ച് ആ ഭാര്യയും മകനും കിടക്കുന്നു. അവർ മരിച്ചിട്ടില്ല. ജോണി ഏന്തി വലിഞ്ഞ് താഴേക്ക് നോക്കി, അതായത് ആ ജീപ്പ് മറിഞ്ഞ് കിടക്കുന്നിടത്തേക്ക്. അപ്പോഴേക്കും ധീരജും മേളിയും താഴേക്ക് ഇറങ്ങി വന്നു. എന്നിട്ട് ധീരജ് പറയാണ്, കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല്, അല്ലെങ്കിലും ആ രീതി തന്നെ എപ്പോഴും നല്ലത്. അപ്പോൾ ജോണി ദേഷ്യത്തോടെ, നിന്നെ ഞാൻ കൊല്ലും. അപ്പോൾ ധീരജ്, അതിനു മുൻപ് നിൻ്റെ ഭാര്യയും മകനെ ഞാൻ കൊല്ലാൻ പോവാ. അപ്പോൾ നമ്മൾ ഒരുപോലെയാകും, അത് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം. അത് പറഞ്ഞുകൊണ്ട് ധീരജ് ആ കല്ല് മരത്തിൽ നിന്നും വീണ്ടും ഉന്തി താഴേക്ക് ഉരുട്ടി. ജോണി വേണ്ട എന്ന് അലറിയെങ്കിലും ആ കല്ല് തെറിച്ച് വീണ് ജീപ്പിന് മുകളിൽ ചെന്നു വീണു. ജീപ്പ് പൊട്ടിത്തെറിച്ചു. ജോണി തലയ്ക്ക് കൈ കൊടുത്ത് മുട്ടുകുത്തിയിരുന്ന് ഉറക്കെ കരഞ്ഞു. അപ്പോൾ ധീരജ് അയാൾക്കടുത്തേക്ക് വന്നു. എന്നിട്ട് ധീരജ് ചോദിക്കുകയാണ്, എന്തെങ്കിലും പറയാനുണ്ടോ? അത് കേട്ട് ജോണി ധീരജിനെ ദേഷ്യത്തോടെ മുഖമുയർത്തി നോക്കുന്നു. അപ്പോൾ ധീരജ്, കൈ പിടിച്ച് എൻ്റെ കൂടെ ഇന്നുവരെ ജീവിച്ച എൻ്റെ ഭാര്യയും ഈ കൈകൊണ്ട് ഓമനിച്ച് വളർത്തിയ മകളെയും ഇതേ കൈകൊണ്ട് മണ്ണിട്ട് മൂടി ഞാൻ. അപ്പോൾ അവിടുന്ന് കട്ടാവാണ്. അതേ കാർഡ് തന്നെ കുറേ സമയത്തിന് മുൻപ്, അതായത് ധീരജിൻ്റെ കാർ ആക്സിഡൻ്റ് ആയി കഴിഞ്ഞിട്ടുള്ള ടൈമാണ് ഈ കാണിക്കുന്നത്. ധീരജ് ഒരു കുഴിയിൽ ഭാര്യയെയും മകളെയും കിടത്തി മൂടുന്നു. ഒരേ കുഴിയിൽ രണ്ടുപേരായിട്ട് മൂടുകയാണ്. ശേഷം മഴ നനഞ്ഞ് അടുത്ത് തലകുമ്പിട്ടിരിക്കുന്നു. അവിടുന്ന് വീണ്ടും ബാക്കിലോട്ട് ഇപ്പം ഉള്ള പ്രസൻറ്റിലോട്ട് തന്നെ കട്ടായി വരികയാണ്. പുറം കാട് തുടർച്ച. ജോണി ദേഷ്യം കൊണ്ട് വിറയ്ക്കുകയാണ്. അപ്പോൾ ധീരജ്, സങ്കടമുണ്ട്, പക്ഷെ നിനക്ക് അവസാനമായിട്ട് കാണാൻ അവരുടെ ചാരം പോലും കിട്ടിയില്ല. അത് കേട്ടതും ജോണി എണീറ്റു. രണ്ടുപേരും പരസ്പരം ആക്രമിക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ്. പരസ്പരം ചാടി വീഴാൻ ഒരുങ്ങിയതും തറ, അതായത് നിലം വിണ്ടു കീറുന്നു. തൊട്ടടുത്ത നിമിഷം കടൽ തിരമാല പോലെ മണ്ണിടിഞ്ഞ് ആകെ മൂടുന്നു. മൊത്തം ഇരുട്ടാവുന്നു. അത് മൊത്തത്തിൽ മണ്ണിടിഞ്ഞ് എന്താ സംഭവിക്കുന്നതെന്ന് പോലും മനസ്സിലാവാത്ത രീതിയിൽ മണ്ണിടിഞ്ഞ് ആകെ മൂടുകയാണ്. മൊത്തം സൈലൻ്റ് ആവുന്നു, മൊത്തം ബ്ലാക്ക് ആവുന്നു. അവിടെ നിന്ന് ആ ഹോസ്പിറ്റലിലെ സീനിലേക്ക് കണ്ടിന്യൂസ് ആവുകയാണ്. നേഴ്സിനോട് പറയുന്ന ഭാഗമായിരുന്നു ഇപ്പോൾ കണ്ടതല്ല. അപ്പോൾ നേഴ്സ് ഇതെല്ലാം കേട്ട് നിൽക്കുകയാണ്. അപ്പോൾ നേഴ്സ്, ബട്ട് വേറെ ആരും സർവൈവ് ചെയ്തതായി റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ധീരജ്, ഞാൻ സർവൈവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവനും സർവൈവ് ചെയ്തിട്ടുണ്ടാവും. അവിടെ നിന്ന് അതേ ഹോസ്പിറ്റലിൽ തന്നെ കുറേ സമയത്തിന് ശേഷം ധീരജ് ഹോസ്പിറ്റൽ റൂമിൽ പുഷപ്പ് എടുക്കുകയാണ്. വേറെ ആരും അവിടെ ആ റൂമിലില്ല. പുഷപ്പ് എടുക്കുന്ന ധീരജിലേക്ക് മെല്ലെ സൂം ആവുന്നു. അപ്പോൾ ധീരജിൻ്റെ വോയിസ് ഓവറായിട്ട് വരികയാണ്. ഒന്നല്ലെങ്കിൽ എൻ്റെ കൈകൊണ്ട് അവൻ, അല്ലെങ്കിൽ അവൻ്റെ കൈകൊണ്ട് ഞാൻ. അതല്ലാതെ വേറൊരു ശക്തിക്കും ഇത് അവസാനിപ്പിക്കാൻ കഴിയില്ല. അവിടെ നിന്ന് ഹോസ്പിറ്റലിൻ്റെ പിറ്റേ ദിവസത്തെ സീനിലേക്ക് കട്ടാവാണ്. ഡോക്ടറും നേഴ്സും നടന്ന് ധീരജിൻ്റെ മുറിയിലേക്ക് കയറുന്നു. അപ്പോൾ ഡോക്ടർ, 4 ദിവസം കൊണ്ട് ഓക്കെ ആവും, അത് കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്യാം. നേഴ്സിനോടാണ് പറയുന്നത്. റൂമിൽ കയറിയ ഡോക്ടറും നേഴ്സും പെട്ടെന്ന് ഞെട്ടുന്നു. കാരണം ആ റൂമിൽ ധീരജ് ഇല്ല. അവിടെ നിന്ന് ഹോസ്പിറ്റലിൻ്റെ പുറംഭാഗം, ഹോസ്പിറ്റലിന് വെളിയിലേക്ക് കട്ടാവാണ്. പുറത്ത് ഒരു ആംബുലൻസിൽ സെക്യൂരിറ്റിയുടെ വേഷമണിഞ്ഞ് ധീരജ് ഇരിക്കുന്നു. ആംബുലൻസ് സ്റ്റാർട്ട് ചെയ്തതും മെല്ലെ മഴ പൊടിയുകയാണ്. ധീരജ് വൈപ്പർ ഓൺ ചെയ്യുന്നു. ധീരജിൻ്റെ ശബ്ദം വീണ്ടും വോയിസ് ഓവർ. അവൻ എവിടെ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. അവിടെ ചെന്ന് ഞാൻ അവനെയും കൊല്ലും. അയാൾ ആംബുലൻസുമായി അവിടെ നിന്നും പുറത്തേക്ക് പോകുന്നു. അങ്ങനെ തിരക്കഥ അവസാനിക്കുകയാണ്. ഇതൊരു ചെറിയ റിവെഞ്ച് ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന തിരക്കഥയാണ്. അപ്പോൾ ഇതെങ്ങനെയുണ്ടെന്നുള്ള നിങ്ങളുടെ അഭിപ്രായം
കമൻറ്റ് ബോക്സിൽ പറയുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു തിരക്കഥയായിട്ട് വീണ്ടും വരാം.